ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനമാണ്. ഭാഗം 2 പാഠപുസ്തകം. പരിസര പഠനം EVS ആണ്. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? വീടും കൂടും. പാഠം 8 ആണ്. വീടും കൂടും എന്നുള്ള പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മുഴുവൻ പാഠത്തിന്റെ വിശദീകരണവും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്, പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോക്കിയാലോ, വീടും കൂടും. ആദ്യം തന്നെ വീടും കൂടുതലും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കുരുവിയുടെ കാര്യം തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ വായിച്ചു നോക്കുക. അത് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്? എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പൊ നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്? കാക്ക. അല്ലേ? എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെ അല്ല. പക്ഷികൾ തങ്ങളുടെ കൂടുകൾ നിർമ്മിക്കാൻ ചില്ലകൾ, പുല്ല്, ഇലകൾ, പായൽ, തൂവലുകൾ, ചെളി എന്നിങ്ങനെ പലതരം വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ചില പക്ഷികൾ കൂടുണ്ടാക്കാൻ അവയുടെ ഉമിനീരും ഉപയോഗിക്കാറുണ്ട്. ചിത്രങ്ങൾ നോക്കൂ എന്നാണ് അടുത്തത്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓരോ പക്ഷിയും കൂടുകൾ ഉണ്ടാക്കുന്നതാണ് തന്നിരിക്കുന്നത് അല്ലെ? തിത്തിരി പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. തിത്തിരി പക്ഷികൾ തുറസായ സ്ഥലങ്ങളിലാണ് മുട്ടയിടുന്നത്. മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തുകളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? എന്തിനാ പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ഉത്തരം നോക്കാം. പക്ഷികൾ പ്രധാനമായും കൂടുണ്ടാക്കുന്നത് മുട്ടയിടുന്നതിനും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനുമാണ്. കുഞ്ഞുങ്ങൾക്ക് വളരാൻ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം കൂടുകൾ ഒരുക്കുന്നു. കൂടുകൾ കുഞ്ഞുങ്ങളെ ചൂട്, തണുപ്പ്, മഴ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുകയും മറ്റു ജീവികളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിക്കൂ. എവിടെയാണ് അവ കൂടുണ്ടാക്കുന്നത്? മരത്തിൽ കൂടുണ്ടാക്കുന്നവയെയും അല്ലാത്തവയെയും കണ്ടെത്തൂ. ഉണ്ടാക്കിയ കൂടുകളിൽ പക്ഷികൾ സ്ഥിരമായി താമസിക്കാറുണ്ടോ? ചില പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികളുടെ കൂടുകളിൽ മുട്ടയിടുന്നു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മറ്റു പക്ഷികളെ ആശ്രയിക്കുന്നതിന് ഉദാഹരണമാണ് കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം, കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നതൊക്കെ സ്വാഭാവികമായിട്ട് എപ്പോഴും നാച്ചുറലി നടക്കാറുള്ളതാണ്. എപ്പോഴും പക്ഷികളെ പോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം കൂടുണ്ടാക്കുന്ന മറ്റു ജീവികളുണ്ടോ? കൂടുണ്ടാക്കി കൂട്ടമായി താമസിക്കുന്ന ജീവികളുമുണ്ട്. ഒരിനം ഉറുമ്പിന്റെ കൂടാണിത്. തന്നിരിക്കുന്ന കൂമ്പാരം പോലെ കാണുന്നത്, മണ്ണ് പോലെ കാണുന്നത് ഒരു ഉറുമ്പിന്റെ കൂടാണ്. ഉറുമ്പുകൾ പലതരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൽ മാത്രമല്ല, ഇലകൾ ഒട്ടിച്ചു ചേർത്തും തടികൾ തുളച്ചും ഇവ കൂടുണ്ടാക്കും. അപ്പോ നമ്മുടെ ചോദ്യമുണ്ട്, കൂടുകളിൽ പക്ഷികൾ സ്ഥിരമായി താമസിക്കാറുണ്ടോ? ഇല്ല എന്നാണ്. പിന്നെ അതുപോലെ തന്നെ കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്ന പോലെ വേറെ ജീവികളും ഉണ്ട്. മുയല്, കീരിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ മുയൽ കിളിയല്ല, കീരിയല്ല. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പക്ഷികളെ പോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കൂടുണ്ടാക്കുന്ന ജീവികൾ കേട്ടോ, അവരാണ് ഈ പറയുന്ന മുയലും കീരിയൊക്കെ. പിന്നെ ചില ഉറുമ്പിൻ കൂടുകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. തന്നിരിക്കുന്നതെല്ലാം ഉറുമ്പിൻ കൂടുകളുടെ ചിത്രങ്ങളാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂട് നിർമ്മിക്കുന്നുണ്ട്? അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരേ വസ്തുക്കളാണോ? അപ്പൊ നമുക്ക് നോക്കാം. ജീവികൾ ചിതൽ തന്നിട്ടുണ്ട്. കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ മണ്ണ്. കടന്നൽ തന്നിട്ടുണ്ട്. പൾപ്പ്, ഉമിനീര്, മണ്ണ്. ഉറുമ്പ്, ഇലകൾ, മണ്ണ്. എട്ടുകാലി, ഉമിനീര്. മണ്ണിര, മണ്ണ്. കാക്ക, പ്രാവ്, കുരുവി. ചില്ലകൾ, കൊമ്പുകൾ, ഉണങ്ങിയ പുല്ല്, പരുത്തി. ഓക്കെ. ജീവിയും കൂടും നമുക്ക് വരച്ച് യോജിപ്പിക്കാം. കാക്ക,
ലാസ്റ്റ് ചിത്രത്തിലേക്ക് വരയ്ക്കുക. ഉറുമ്പ് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് യോജിപ്പിക്കുക. തേനീച്ച ആദ്യ ചിത്രത്തിലേക്ക്, വേട്ടാളൻ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് യോജിപ്പിക്കുക. നമ്മുടെ വീടുകൾ എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? സുരക്ഷിതമായി താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ, അല്ലെ? നെക്സ്റ്റ്, നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണ് എന്നാണ് നമ്മുടെ വീടുകൾ. അതിനു മുമ്പ് നമ്മൾ എന്തിനാ വീടുണ്ടാക്കുന്നത്? സുരക്ഷിതമായി താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ, ഉപദ്രവകാരികളായ ജീവികളിൽ നിന്ന് സംരക്ഷിക്കാൻ, സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ, വിശ്രമിക്കാനും ഉറങ്ങുവാനും, അല്ലെ? നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലുള്ളതാണ്? ടെറസ്, ഓടിട്ട വീട്, ഷീറ്റിട്ട വീട്, ഓലമേഞ്ഞ വീട്, അങ്ങനെ വ്യത്യസ്ത തരം വീടുകളുണ്ട്. പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ. ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ്? അപ്പൊ നമുക്കിതിൽ 1, 2, 3, 4 തുടങ്ങി 6 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഈ ചിത്രത്തിന്റെ ഭിത്തി, മേൽക്കൂര ഏത് തരത്തിലുള്ളതാണെന്ന് നമ്മളൊന്ന് എഴുതണം. ആദ്യ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത് മൺവീടാണ്. മണ്ണ്, കല്ലാണ് ഭിത്തി വരുന്നത്. മേൽക്കൂര വരുന്നത് എന്താണ്? ഉണക്കപ്പുല്ല്. രണ്ടാമത്തെ ചിത്രം വരുന്നത് മണ്ണും കല്ലും തന്നെയാണ് വീട്, പക്ഷെ തെങ്ങോലയാണ് അവർ മേൽക്കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചിത്രം വരുന്നത് കല്ല്, മണല്, സിമന്റ് ഉപയോഗിച്ച് കെട്ടിയ വീടാണ്. അതിൽ മേൽക്കൂര കോൺക്രീറ്റ് ആണ്. അടുത്തത് 5ാമത്തെ ചിത്രം കല്ല്, മണല്, സിമന്റ്, മരത്തടി കൊണ്ടുള്ള വീടാണ്. മേൽക്കൂര ഓടാണ്. അടുത്ത ചിത്രം വരുന്നത് 5ാമത്തെ ചിത്രം വരുന്നത് മുളയാണ്, ഷീറ്റാണ് മേൽക്കൂര. 6ാമത്തെ ചിത്രം കല്ല്, മണല്, സിമന്റ് തന്നെയാണ്, ഓടാണ്. ഓക്കെ. വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. എത്ര ജോലികൾ തന്നിരിക്കുന്നതെല്ലാം വിവിധ തരം ജോലികളാണ് കേട്ടോ. ആദ്യ ചിത്രത്തിൽ ചുവരുകളുടെ നിർമ്മാണം നടത്തുന്ന ഒരാളാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ മരപ്പണിക്കാരനാണ് കേട്ടോ. വാതിലുകളും ജനലുകളും പിടിപ്പിക്കുക, മരപ്പണി. മൂന്നാമത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പെയിന്റിംഗ് ആണ്, നിറം നൽകൽ. 4ാമത്തെ ചിത്രത്തിൽ വയറിംഗ് ആണ്, വൈദ്യുതീകരണം. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് സന്ദർശിച്ച് വിവിധ ജോലികൾ ചെയ്യുന്നവരെ പരിചയപ്പെടൂ. അവിടെ നടക്കുന്ന ജോലികൾ എന്തൊക്കെയെന്ന് ചോദിച്ച് മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. പലതരം വീടുകൾ. നിരവധി ആളുകൾക്ക് താമസിക്കാവുന്നതും കുറെ നിലകളുള്ളതുമായ വലിയ കെട്ടിടങ്ങളാണ് ഫ്ലാറ്റുകൾ. പലതരത്തിലുള്ള വീടുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ ഗ്ലാസ് വീട്, തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട്, ഇഗ്ലു, 3D പ്രിന്റഡ് വീട് എന്നിവ കണ്ടെത്തി എഴുതുക എന്നാണ്. ആദ്യത്തെ ചിത്രം എന്താണ്? തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീടാണ് കേട്ടോ. രണ്ടാമത്തെ ചിത്രം ഗ്ലാസ് വീടാണ്. മൂന്നാമത്തെ ചിത്രം ഇഗ്ലു ആണ്. അടുത്ത ചിത്രം എന്താണ്? 3D പ്രിന്റഡ് ആയിട്ടുള്ള വീടാണ്. അപ്പോൾ ഓരോ വീടിന്റെയും സവിശേഷതകൾ എന്തെല്ലാം? ആദ്യത്തെ വീട് തൂണുകൾ നിർമ്മിച്ച വീട്. ഇത്തരം വീടുകളുടെ പ്രധാന സവിശേഷത തൂണുകളുടെ ഉപയോഗമാണ്. ഇവ വീടിനെ ഉയർത്തി നിർത്താനും വായു സഞ്ചാരം സുഗമമാക്കാനും വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നത് തടയാനും സഹായിക്കുന്നു. ഗ്ലാസ് വീടുകൾ. ഗ്ലാസ് ഭിത്തികൾ മെച്ചപ്പെട്ട വായു സഞ്ചാരം ഉറപ്പാക്കുന്നു. ഗ്ലാസ് ഭിത്തികളും ജനലുകളും വീടിനുള്ളിലേക്ക് വെളിച്ചം കടക്കാൻ അനുവദിക്കുന്നു. ഇഗ്ലു. മഞ്ഞുകട്ടകൾ കൊണ്ടാണ് ഇത്തരം താൽക്കാലിക വീടുകളുടെ ചുവരുകളും മേൽക്കൂരയും നിർമ്മിക്കുന്നത്. മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. 3D പ്രിന്റഡ് വീട്. ഇവ വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. നിർമ്മാണ ചെലവ് കുറവാണ്. കൂടാതെ പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കൂടുതൽ ശേഷിയുണ്ട്. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ, സ്ഥലത്തിന്റെ പ്രത്യേകത, ലഭ്യമായ വിഭവങ്ങൾ, സുരക്ഷ, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവയെല്ലാം പരിഗണിച്ചാണ് വീട് നിർമ്മിക്കേണ്ടത്. സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച വീട് നിർമ്മാണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വീടുണ്ടാക്കാം. നമുക്കൊരു വീടിന്റെ മാതൃക നിർമ്മിക്കാം. ഇതിനായി കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പശ, കത്രിക, പേപ്പർ, ജലച്ചായം എന്നിവ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വീട് നിർമ്മിക്കൂ. നിങ്ങളുടെ കൂട്ടുകാർ നിർമ്മിച്ച വീട് പോലെയാണോ നിങ്ങൾ നിർമ്മിച്ച വീട്? അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വരിക അത്. അടുത്തത് ഒത്തൊരുമിച്ച്. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ജോലികളാണുള്ളത്? ഏതെല്ലാം ചുമതലകൾ ആർക്കെല്ലാം ഏറ്റെടുക്കാം? വരച്ചു നോക്കാം അല്ലെ? ഇതിൽ പാഴ്വസ്തുക്കൾ തരംതിരിക്കുന്നു. അത് വേണമെങ്കിൽ അച്ഛനും അമ്മയും മോനും മോളും എല്ലാം കൂടി ചെയ്യാം അല്ലെ?
ശുചിമുറി വൃത്തിയാക്കുന്നു, അച്ഛനും അമ്മയും. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നു, അച്ഛനും അമ്മയും. പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നു, അതും അച്ഛനും അമ്മയും. പാചകം ചെയ്യുന്നു, അതും അച്ഛനും അമ്മയും. പാചകവാതക സിലിണ്ടർ മാറ്റിവെക്കുന്നു, അതും അച്ഛനും അമ്മയും തന്നെയാണ്. കറണ്ട് ബില്ല് അടയ്ക്കുന്നു, അച്ഛനും അമ്മയും. പാത്രങ്ങൾ കഴുകുന്നത് അച്ഛനും മോളും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തുണികൾ ഇസ്തിരിക്കിടുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് മാച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. വീട്ടുജോലികൾ എല്ലാ അംഗങ്ങളും സഹകരിച്ച് ചെയ്യേണ്ടതല്ലേ? ആണല്ലേ. പൊതുസ്ഥാപനങ്ങൾ. പൊള്ളുന്ന പനിയാണല്ലോ, എഴുന്നേൽക്കൂ, നമുക്ക് ആശുപത്രിയിൽ പോകാം. ആശുപത്രി എന്ന സ്ഥാപനം നമുക്ക് നൽകുന്ന സേവനമാണ് രോഗീ പരിചരണം. പൂർണ്ണമായോ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായ സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ. നമുക്ക് സേവനം നൽകുന്ന മറ്റേതെല്ലാം പൊതുസ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, സ്കൂൾ, പഞ്ചായത്ത്, ബാങ്ക്, തപാൽ ഓഫീസ്, സപ്ലൈകോ, വൈദ്യുത ബോർഡ്. ഓരോ സ്ഥാപനത്തിൽ നിന്നും എന്തെല്ലാം സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? അപ്പൊ അത് ഓരോ സ്ഥാപനത്തിലും ഓരോ നമുക്ക് ലഭിക്കും. ഇപ്പൊ സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും, പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ നമ്മുടെ പരാതികൾക്ക് പരിഹാരം, അല്ലെ. വൈദ്യുത ബോർഡ് നമുക്ക് കറണ്ട് തരുന്നത്, അങ്ങനെ ഓരോ നമുക്ക് ലഭിക്കും. വിദ്യാലയത്തിന് അടുത്തുള്ള ഒരു പൊതുസ്ഥാപനം സന്ദർശിക്കൂ. അവിടുത്തെ സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനായി കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ചോദ്യാവലി തയ്യാറാക്കി വേണം സന്ദർശനം നടത്താൻ. ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ടാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. വീടില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ എന്നെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 228 കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ സമ്മാനിക്കും. വീടില്ലാത്തവർക്ക് പ്രതീക്ഷയായി സർക്കാരിന്റെ പുതിയ പദ്ധതി, അല്ലെ. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി വിവിധ സർക്കാർ പദ്ധതികളും സമൂഹ കൂട്ടായ്മകളും പ്രവർത്തിക്കുന്നുണ്ട്. അത്രയുമാണ് നമ്മുടെ പാഠത്തിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. ഇനി വരുന്നത് വിലയിരുത്താമാണ്. വീടുപണിയുമായി ബന്ധപ്പെട്ട പ്രധാന ജോലികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും ആവശ്യമായ സാമഗ്രികൾ കണ്ടെത്തി എഴുതൂ. തറ കെട്ടുമ്പോൾ ആവശ്യമായത് കല്ല്, സിമന്റ്, മണല്, വെള്ളം, മെറ്റലാണ്. മരപ്പണി, മരം, തടി, ആണി, പശ, ഇലക്ട്രിക് കട്ടർ. ഭിത്തി നിർമ്മാണം, ഇഷ്ടിക അല്ലെങ്കിൽ വെട്ടുകല്ല്, സിമന്റ്, മണൽ. തേപ്പുപണി, സിമന്റ്, മണൽ, വെള്ളം. വിവിധ ജീവികളുടെ കൂടുകൾ നിരീക്ഷിച്ച് കൂടുണ്ടാക്കുന്നതിലെയും ഉപയോഗിക്കുന്നതിലെയും സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. പട്ടിക ഉചിതമായി പൂർത്തിയാക്കൂ. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്നവ ഏതൊക്കെയാണ് നോക്കാം. കാക്ക, പ്രാവ്, കുരുവി. കൂടുണ്ടാക്കി താമസിക്കുന്നവ ഉറുമ്പ്, എട്ടുകാലി. മറ്റു ജീവികളുടെ കൂടുകളെ ആശ്രയിക്കുന്നവ കുയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും അങ്ങനെ വരും. അടുത്തത് നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വായിക്കൂ. സന്ദർഭങ്ങൾ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ പൊതുസ്ഥാപനങ്ങളുടെ സേവനങ്ങളാവും മീരയ്ക്കും വീട്ടുകാർക്കും ലഭിച്ചിട്ടുണ്ടാകുക എന്ന് എഴുതണം. മീരയും കൂട്ടുകാരും ടീച്ചർക്കൊപ്പം കളിച്ചു പഠിക്കുന്നു. സ്കൂളാണ് അല്ലെ. അച്ഛൻ അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങുന്നു. റേഷൻ സ്റ്റോർ ആണ്. അമ്മ മുത്തശ്ശനെ കണ്ണു പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രി. മുത്തശ്ശി പെൻഷൻ വാങ്ങുന്നു. പെൻഷൻ തപാൽ ഓഫീസ് അല്ലെ. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നു. ഹരിതകർമ്മസേനയാണ്. പഞ്ചായത്ത്. നമുക്ക് എഴുതി നോക്കാം. സ്കൂള്, വിദ്യാഭ്യാസം ലഭിക്കുന്നു. റേഷൻ കട, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. ആശുപത്രി, കണ്ണുപരിശോധന. ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി ആണ് കേട്ടോ. തപാൽ ഓഫീസ് എന്നല്ല, അത് ശരിക്കും ഇപ്പോ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് പെൻഷൻ എല്ലാം കൊണ്ടുവരുന്നതൊക്കെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ട്രഷറി, ബാങ്ക് എന്നാണ്. അത് തന്നെ എഴുതാം നിങ്ങൾക്ക്. പെൻഷൻ തുക ലഭിച്ചു. പിന്നെ വീട്ടിലെ പ്ലാസ്റ്റിക് പഞ്ചായത്ത്, ഹരിതകർമ്മസേന വന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് പഞ്ചായത്തിന്റെ അധികാര പരിധിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. ഇനി തുടർ പ്രവർത്തനങ്ങളാണ്. ചിത്രത്തിലെ പക്ഷിയുടെയും തേനീച്ചയുടെയും കൂടുകൾ ഒരുപോലെയാണോ? വലിയ കൂട്ടങ്ങളായി താമസിക്കുന്നതും അല്ലാത്തതുമായ ജീവികളെ കണ്ടെത്തി തരം തിരിച്ച് എഴുതൂ. അപ്പോ നോക്കൂ, ഞാൻ മുട്ടയിടാൻ കൂടൊരുക്കുന്നത് ഈ മരപ്പൊത്തിലാണ്. പക്ഷി പറയുന്നു. ഞങ്ങൾ കൂട്ടമായാണ് താമസിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ കൂട് എന്ന് തേനീച്ച പറയുന്നു. അപ്പൊ കൂട്ടമായി താമസിക്കുന്നവയും അല്ലാത്തവയും ഏതാണെന്ന് നമുക്ക് എഴുതാം. ഉറുമ്പ്, തത്ത. കൂട്ടമായിട്ട് താമസിക്കുന്നവ. തേനീച്ച. അല്ലാത്തവ കുരുവി, എട്ടുകാലി ഒക്കെ വരും. നിങ്ങൾ ചിലന്തി വലകൾ കണ്ടിട്ടില്ലേ? ചിത്രത്തിലെ വലകളിലെ വ്യത്യാസങ്ങൾ നോക്കൂ. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കൂ. ഓരോ തരം ചിലന്തി വലകളുടെയും പ്രത്യേകതകൾ രേഖപ്പെടുത്തൂ. ഇതിൽ നിങ്ങൾക്ക് ഓരോ തരം വലകളുടെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.